Assalamualaikum dear friends, welcome back to Shamys World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള പഞ്ചസാരയോ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു കടായി വെച്ച് കൊടുത്തു. ഇതിലോട്ട് 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1.25 കപ്പ് വെള്ളം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പുട്ടിൻ്റെ അരിപ്പൊടി എടുക്കാൻ പാടില്ല. ഈ പത്തിരിയും ഇടിയപ്പം അപ്പത്തിൻ്റെ ഒക്കെ പൊടി നൈസായിട്ടുള്ള പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. വെള്ളമെല്ലാം നമ്മുടെ അരിപ്പൊടിയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ച് ഇത് മാറ്റി വെക്കാം കുറച്ച് സമയം. അപ്പോൾ നമ്മൾ അരിപ്പൊടി കിണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തു. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കപ്പലണ്ടി ഓൾറെഡി റോസ്റ്റ് ചെയ്താണ്. അപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റ് നമുക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി പാനിൽ വെച്ചിരിക്കാൻ പാടില്ല, ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച കപ്പലണ്ടി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയിലെ ചെറിയ ജാർ എടുക്കുക. അതിലോട്ട് ഈ കപ്പലണ്ടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. കപ്പലണ്ടി ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ ഓവറായിട്ട് അങ്ങ് പൊടിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ അതിൽ നിന്നും എണ്ണ വന്ന് ഒരു മാവ് പോലെ ആയി ഒട്ടിപ്പിടിക്കും നമുക്ക്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. ചെറിയ തരികൾ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇടുമ്പോഴാണ് ഈ പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല കല്ലുമണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനത്തെ ശർക്കര വേണം എടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ശർക്കര എടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതുപോലെ ചെയ്ത് വാറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് മെൽറ്റായി വരണം. ഈ ശർക്കരയും തേങ്ങയും ഒന്ന് യോജിച്ച് വരണം. ഈ ശർക്കര എല്ലാം ഒന്ന് ഇതിൽ തേങ്ങയിൽ കിടന്ന് ഒന്ന് ഉരുകി കിട്ടണം നമുക്ക്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്യാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശർക്കരയെല്ലാം ഉരുകി തേങ്ങയായിട്ട് യോജിച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച കപ്പലണ്ടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് എല്ലാം ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉരുകി വറ്റിപ്പോകും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് യോജിച്ച് വരണം. കപ്പലണ്ടിയും തേങ്ങയും ശർക്കരയായിട്ട് ഒന്ന് യോജിച്ച് വരണം. എന്നിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാം യോജിച്ച് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമുക്ക് മാറ്റി വയ്ക്കാം ഇത്. അപ്പോൾ നമ്മൾ പാനിൽ തന്നെ വെച്ചിരിക്കാൻ പാടില്ല, വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈർപ്പൊന്നുമില്ലാത്ത പാത്രം വേണം എടുക്കാനായിട്ട്. ഇതിന് നന്നായിട്ട് തണുത്ത് വരട്ടെ. നമ്മുടെ മാവൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. അപ്പോൾ മാവ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഈ ബൗളിലോട്ട് ഈ മാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സാധാരണ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് കൈവച്ച് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി ഈ മാവ് എടുക്കണം. നന്നായിട്ട് കുഴച്ചു കൊടുക്കാം. മാവ് ഒട്ടുന്നുണ്ടെങ്കിൽ കൈയൊന്ന് നനച്ചതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. അതുപോലെ തന്നെ മാവ് നല്ലോണം ടൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിനെ 4 ഉരുളകൾ, ഒരുപോലത്തെ 4 ഉരുളകളാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഒരുപോലത്തെ 4 ഉരുളകളാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഒരുപോലത്തെ 4 ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ഒരു ഉരുള എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ മാവ് നമ്മൾ പരത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ തേങ്ങയും കപ്പലണ്ടിയും ശർക്കരയും കൂടെ ചേർന്ന് മിക്സ് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര മാവ് ഉരുളകളാക്കി എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഇതും ഉരുട്ടി നമുക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ 4 ഉരുളകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 പാർട്ടായിട്ട് നമുക്ക് ഇത് ഉരുട്ടി അതുപോലെ നമുക്ക് പരത്തി മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഞാനൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയെല്ലാം ഉരുട്ടി മാറ്റി വയ്ക്കാം. ഇത് മാത്രം തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്.
ഇതിൽ നിന്ന് കണ്ടോ എണ്ണ വരുന്ന ആ കപ്പലണ്ടിയുടെ എണ്ണയാണ്, നമ്മൾ എണ്ണ ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിങ് 4 പാർട്സ് ആയിട്ട് ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനൊരു ഉരുള വെച്ചു. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാൻ നമുക്ക്. ഒറട്ടീരയൊക്കെ നമ്മൾ കനത്തിലുണ്ടല്ലോ, അതുപോലെ കനത്തിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പത്തിരിക്ക് പരത്തുന്ന പോലെ ഒരുപാട് നൈസായിട്ട് പരത്താൻ പാടില്ല, കുറച്ച് കട്ടിക്ക് വേണം നമുക്ക് പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പരത്തുമ്പോൾ ഈ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഒറട്ടിക്കൊക്കെ നമ്മൾ പരത്തില്ലേ, അതുപോലെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിൻ്റെ ഒരെണ്ണം എടുക്കുക, എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് വേണം റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സൈഡെല്ലാം നമുക്ക് കവർ ചെയ്ത് കൊടുക്കണം. സൈഡെല്ലാം ഇതുപോലെ നമുക്ക് അടച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ നമുക്ക് അടച്ചു കൊടുത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ എളുപ്പമല്ലേ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മാവ് അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്ത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുക, നല്ല എളുപ്പമല്ലേ. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഫില്ല് ചെയ്ത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിന് ഞാനെല്ലാം ഉരുട്ടി ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം. ഇത് എങ്ങനെ ആവി കയറ്റി എടുക്കാൻ നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ഞാനൊരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 4 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചു കൊടുത്തു. ഞാനിപ്പോൾ വാഴയില വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ വാഴയില ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ പ്ലേറ്റിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. അപ്പം ഞാൻ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വാഴയിലയുടെ ഒക്കെ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വാഴയിലയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ മാവ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഒട്ടാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ആവിയേറ്റി എടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് തുറന്ന് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നല്ല ചൂടാണ്. ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം കുറച്ചൊന്ന് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ പിടിക്കാവുന്ന ചൂടേ ഉള്ളൂ. അപ്പോൾ എല്ലാം പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ കുറച്ച് തേങ്ങ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. വറുത്തിട്ടൊന്നുമല്ല, പച്ച തേങ്ങയാണ്. അപ്പോൾ ഈ ചൂട് പോകുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് ഇതിലോട്ട് കോട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആ ചൂടോടുകൂടി തന്നെ ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ ഈ തേങ്ങ നല്ലോണം കോട്ട് ചെയ്ത് കിട്ടുള്ളൂ. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇരിക്കുന്നത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് റൗണ്ടായിട്ട് എല്ലാ പീസും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഒരു തുള്ളി ഓയിലോ നെയ്യോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഒരെണ്ണം ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തു. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ കുട്ടികളെല്ലാം തന്നെ അറിയാതെ തന്നെ ഇത് കണ്ടാൽ കഴിച്ചു പോകും. അത്ര നല്ല ടേസ്റ്റാണ്. ഒട്ടും തന്നെ എണ്ണ ചേർത്തിട്ടില്ല, നെയ്യ് ചേർത്തിട്ടില്ല, പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ തികച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കെല്ലാം തീർച്ചയായും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.